ഒരു ദിവസം കൂടെ ദൈവത്തിന്റെ സന്നിധിയിൽ കടന്നു വരാനായിട്ട് സ്തോത്രം ചെയ്യാണ്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 22, 23, 24, 25 വാക്യം ഞാൻ വായിക്കും. പെസഹ പെരുന്നാളിൽ യെരൂശലേമിൽ ഇരിക്കുമ്പോൾ അവൻ ചെയ്ത അടയാളങ്ങൾ കണ്ടിട്ട് പലരും അവരുടെ നാമത്തിൽ വിശ്വസിച്ചു. യേശു എല്ലാവരും അറിവുകൊണ്ട് തന്നെത്താൻ അവരുടെ പക്കൽ വിശ്വസിച്ചേൽപ്പിച്ചില്ല. മനുഷ്യനുള്ളത് എന്തെന്ന് സ്വതവേ അറിഞ്ഞിരിക്കാൻ തനിക്ക് മനുഷ്യനെ കുറിച്ച് യാതൊരുത്തൻ്റെയും സാക്ഷ്യം ആവശ്യമായിരുന്നില്ല. യോഹന്നാൻ എഴുതിയ സുവിശേഷം 2-ാം അധ്യായമാണ് നമ്മളിവിടെ വായിച്ചത്. 2-ാം അധ്യായം നമ്മളിവിടെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് യേശുവിൻ്റെ പരസ്യ ശുശ്രൂഷയിൽ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ആദ്യത്തെ അത്ഭുതം എന്ന് നമുക്ക് വിശേഷിപ്പിക്കാവുന്ന കാനായിലെ കല്യാണത്തിന് വെള്ളം വീഞ്ഞാക്കിയ ഒരു രംഗമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അതിനുശേഷം താഴോട്ട് നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന മറ്റൊരു രംഗം പള്ളിയിലുണ്ടായ ചെറിയ പ്രശ്നത്തെ തുടർന്ന് യേശു പറയുന്ന കുറേ കാര്യങ്ങളാണ്. എന്നാൽ യോഹന്നാൻ എഴുതിയ സുവിശേഷം നമ്മൾ വായിക്കുമ്പോൾ മറ്റു സുവിശേഷങ്ങളിൽ വ്യത്യസ്തമായി മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ യേശുവിന് കൂടുതൽ ആത്മീയ തലത്തിൽ അല്ലെ യേശു ആരാണെന്ന് അല്ലെ യേശുവിന്റെ പർപ്പസ് എന്താണ് ഇനി വരാനിരിക്കുന്ന കാര്യം 1-ാം അധ്യായം 1 വായിക്കുന്നതിന് നമുക്ക് വായിക്കുമ്പോൾ കാണും. ആദ്യം വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. അവൻ ആദ്യം ദൈവത്തോടു കൂടെയായിരുന്നു, സകലവും മുഖാന്തരം ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല. ഇതേ യോഹന്നാൻ തന്നെയാണ് വരാനിരിക്കുന്ന കാര്യങ്ങൾ അല്ലെ വരാനിരിക്കുന്ന ഇനി എന്ത് സംഭവിക്കുന്നുള്ളത് വെളിപ്പാട് പുസ്തകത്തിൽ നമുക്ക് കാണാൻ നമ്മൾ പറയുന്നത്. എന്നാൽ 2-ാം അധ്യായത്തിൽ ഈ സംഭവങ്ങൾ ഉണ്ടായതിനു ശേഷം പറയുന്ന മെയിൻ കാര്യം എന്തെന്ന് വെച്ചാൽ യേശു 30 വയസ്സ് വരെ യോസഫിന്റെ മറിയുടെ കീഴിൽ വളർന്നു. അവസാനത്തെ 3 വർഷത്തെ ചരിത്രം മാത്രമാണ് നമുക്ക് ഈ ബൈബിളിൽ കാണാൻ കഴിയുന്നത്. എന്നാൽ ഇന്നും സംസാരിച്ച് അല്ലെ ഇന്നും പ്രസംഗിച്ച് തീരാത്ത കുറെ മർമ്മങ്ങൾ ഈ 3 വർഷത്തെ ഈ ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതിൽ യേശു അനേക അത്ഭുതങ്ങൾ പ്രവർത്തിച്ചെങ്കിലും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട അത്ഭുതമായ കാനായിലെ കല്യാണത്തിന് ഇത് സംഭവിച്ചതിന് ശേഷം അനേകർ യേശുവിന്റെ പുറകെ കൂടി എന്താ പറയാ അത്ഭുതത്തിന്റെ പേരിൽ യേശുവിന്റെ ഒപ്പം കൂടി. എങ്കിൽ യേശു പറയുന്നത് യേശുവിന് അവരുടെ മനസ്സാണ് വേണ്ടത്. ഇന്നും എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നാം പലപ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും ആരാധിക്കുമ്പോഴും എല്ലാം നമ്മളൊരു പ്രത്യേക കാര്യത്തിന് വേണ്ടിയാണ് ദൈവത്തിന്റെ സന്നിധിയിൽ കടന്നു വരുന്നത്. എന്നാൽ നമുക്ക് വേണ്ടത് ദൈവത്തോട് ചേരാനുള്ള ഒരു മനസ്സാണ്. ഇതാണ് എൻ്റെ തോട്ട് ഓഫ്